ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനെ പറ്റിയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റി പഠിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്നു. കസ്റ്റമറിന് പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ വരുത്തുന്ന എന്ത് മാറ്റങ്ങളെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Any changes made to the software product after delivered to the customer, that is what is called as software maintenance. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു ഫോൾട്ട് കറക്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് മാറ്റങ്ങളെയും നമ്മൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഒരു എൻ്റയർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ എഫേർട്ട് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 67% എഫേർട്ടും വേണ്ടി വരുന്നത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഉണ്ട്. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്സ്. ഒന്നാമത്തേത് കറക്റ്റീവ് മെയിൻ്റനൻസ്. നമ്മളൊരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം കസ്റ്റമർ ആ പ്രൊഡക്റ്റിലൊരു എറർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന ചേഞ്ചസിനെയാണ് കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുക. രണ്ടാമത്തേത് അഡാപ്റ്റീവ് മെയിൻ്റനൻസ്. നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം അത് ആ ടാർഗറ്റ് എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെയാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുക. ഉദാഹരണമായി നമ്മൾ സോഫ്റ്റ്വെയർ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്ന തരത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ അവരുടെ പ്ലാറ്റ്ഫോം ലിനക്സിലേക്ക് മാറ്റിയെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആ ലിനക്സ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡാപ്റ്റബിലിറ്റി മെഷേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അത്തരത്തിലുള്ള ചേഞ്ചസിനെയാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഹാർഡ്വെയർ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അത് യൂഷ്വലി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ID കാർഡിലെ RFIDയും യൂസറിൻ്റെ ഫിംഗർ പ്രിൻറ്റും രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ മാത്രം അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു മാറ്റം കസ്റ്റമർ പറയുന്നത്. അപ്പോൾ ഈ മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തുന്നത്. ഇതിനെയാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ അഡാപ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. സോഫ്റ്റ്വെയറിനകത്ത് യാതൊരു തരത്തിലുള്ള എററും ഉണ്ടാവില്ല, പക്ഷേ കൂടുതൽ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഫംഗ്ഷൻ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെയാണ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. എറർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർസൈറ്റോട് കൂടി നമ്മൾ വരുത്തുന്ന ചേഞ്ചസിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. ഓൾമോസ്റ്റ് 5% നമ്മൾ ചെയ്യാറുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരുന്നത് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ വരുത്തുന്ന മാറ്റം. ദെൻ ഓൾമോസ്റ്റ് 25% നമ്മൾ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് ഒരു പ്രൊഡക്റ്റിൽ. ഒരു 20% കറക്റ്റീവ് മെയിൻ്റനൻസും. ഈ വാല്യൂസും ഈ പെർസെൻറ്റേജും എല്ലാം എംപിരിക്കൽ എസ്റ്റിമേഷൻ ആണ്. നെക്സ്റ്റ് ലോസ് ഓഫ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. ലേമാൻ ആൻഡ് ബെലഡി എന്ന് പറയുന്ന ഫേമസ് സോഫ്റ്റ്വെയർ സയൻറ്റിസ്റ്റ്സ് സോഫ്റ്റ്വെയറിൻ്റെ എവല്യൂഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് കുറേ ലോസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ലോസൊക്കെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഒന്നാമത്തെ ലോ ആണ് ലേമാൻസ് ലോ ഓഫ് കണ്ടിന്യൂയിങ് ചേഞ്ച്. ആ ലോ പറയുന്നത് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് മസ്റ്റ് ചേഞ്ച് കണ്ടിന്യൂവലി ഓർ ബിക്കം പ്രോഗ്രസീവ്ലി ലെസ് യൂസ്ഫുൾ. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ പീരിയോഡിക്കലി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയി പോകും. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ലേമാൻസ് ലോ ഓഫ് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി. The structure of a software or program tends to degrade as more and more maintenance is carried out on it. നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ അകത്ത് കൂടുതൽ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കും തോറും അത് കൂടുതൽ കോംപ്ലക്സ് ആവാനും അതുവഴി ആ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് സ്ട്രക്ചർ ഡീഗ്രേഡ് ചെയ്യാനും തുടങ്ങും. നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി. ഓവർ എ പ്രോഗ്രാംസ് ലൈഫ് ടൈം ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ്. നമ്മളൊരു എംപിരിക്കൽ എസ്റ്റിമേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ ഒരു ഓർഗനൈസേഷനിൽ പ്രോഗ്രാമിൻ്റെ എൻ്റയർ ലൈഫ് ടൈമിലെ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദറ്റ് പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ലെഗസി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി വളരെ പണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ മെയിൻ്റനൻസ് ഇപ്പം നമ്മുടെ കമ്പനി എടുത്ത് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് 10-20 വർഷം മുമ്പുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ SRS ഡോക്യുമെൻറ്റോ ഡിസൈൻ ഡോക്യുമെൻറ്റോ ഒന്നും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവണമെന്നില്ല. മേ ബി അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പോലും അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അന്ന് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സ് ഒന്നും ഇന്ന് കമ്പനിയിൽ ഉണ്ടാവണമെന്നില്ല. കാരണം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രൊഡക്റ്റിലൊരു
മെയിൻ്റനൻസ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ലെഗസി സോഫ്റ്റ്വെയർ എന്ന് പറയും. കാരണം പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അഗ്ലി കൺട്രോൾ സ്ട്രക്ചർ പ്രോഗ്രാം കോഡിലുള്ള തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് ലെഗസി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ലെഗസി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ മെയിൻ്റനൻസ് നടത്താൻ കമ്പാരിറ്റീവ്ലി പാടാണ്. കാരണം അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ SRS ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ ഒരാൾക്ക് ആ ഡോക്യുമെൻറ്റേഷൻ നോക്കി വായിച്ച് പഠിച്ച് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആൾ തന്നെ ഇപ്പോഴും കമ്പനിയിലുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ തരത്തിലുള്ള 2 പോസിബിലിറ്റിയും കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വേറൊരാൾ ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോഡ് മൂന്നാമത് വേറൊരാൾ നോക്കി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലെഗസി സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നതെന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ് കൺസ്യൂമിങ്ങുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി ഈവൻ പുതിയ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് വിത്ത് പുവർ ഡിസൈൻ ആൻഡ് ഡോക്യുമെൻറ്റേഷനെ നമ്മൾ ഒരു ലെഗസി സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ലെഗസി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വിത്ത് ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസൈൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, അതിനെയാണ് ലെഗസി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രൊഡക്ട്സിൽ നമുക്ക് മെയിൻ്റനൻസ് നടത്താൻ കമ്പാരിറ്റീവ്ലി പാടായിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒന്ന് അൺസ്ട്രക്ചേർഡ് കോഡ് അല്ലെങ്കിൽ പ്രോപ്പർ ഡിസൈൻ ഇല്ലാതിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻസഫിഷ്യൻറ്റ് ഡൊമൈൻ നോളജ്, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ബേസിക് നോളജ് നിലവിൽ കമ്പനിയുള്ളവർക്ക് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട് മെയിൻ്റനൻസ് ഓൺ ലെഗസി പ്രൊഡക്ട്സ്. നമുക്ക് അതിൻ്റെ SRS ഡോക്യുമെൻറ്റ് ഡിസൈൻ ഡോക്യുമെൻറ്റ് ഒന്നുമില്ല. അത്തരത്തിലുള്ള അവസ്ഥയിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു മെയിൻ്റനൻസ് നടത്തുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചലഞ്ചിങ് ആണ്. നെക്സ്റ്റ്, ദ വർക്ക് ഇൻവോൾവ് ഇൻ മെയിൻ്റനൻസ് പ്രോസസ് ഈസ് ഓഫൺ മോർ ചലഞ്ചിങ് ദാൻ ഡെവലപ്മെൻറ്റ് വർക്ക്. ഒരു നോർമൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വേറൊരാൾ എഴുതിയ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ അകത്ത് മെയിൻ്റനൻസ് നടത്തുക എന്ന് പറയുന്നത്. ഇതാണ് യൂഷ്വലി മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്. താങ്ക് യു.